ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഓവറോൾ എനർജി എന്താണ്, നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ്, അവരുടെ ഫീലിങ്സ് എന്താണ്, സിറ്റുവേഷൻസ് എന്താണ്, ഇങ്ങനെ മൊത്തത്തിൽ അവരെക്കുറിച്ചുള്ള കാര്യമാണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി ഈ ഒരു പേഴ്സൺ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് എന്ന് തന്നെ പറയാം. കാരണം അവർ മറ്റുള്ളവരോട് സംസാരിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്ന, അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കാണെന്നുണ്ടെങ്കിലും ഇവരോട് സംസാരിക്കാനും മിങ്കിൾ ചെയ്യാനൊക്കെ താല്പര്യമായിരിക്കും. അതുപോലെ ആളുകളെ സന്തോഷിപ്പിച്ച് നിർത്താൻ കഴിവുള്ള നല്ല വാക്ചാതുര്യമുള്ളൊരു വ്യക്തി തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന പോലെ തന്നെ മുഖസ്തുതി കാര്യങ്ങൾ, അല്ലെങ്കിൽ ആളെ നല്ല രീതിയിൽ പ്രശംസിക്കുക, ഇതൊക്കെ വളരെയധികം എൻജോയ് ചെയ്യുന്ന ഒരു പേഴ്സണും കൂടിയാണ്. അതായത് ഇപ്പോൾ ചില ആളുകൾ നമ്മൾ വളരെയധികം ഒരു കോംപ്ലിമെൻറ്റ് കൊടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ മോളിൽ കൊണ്ട് വെക്കുക എന്നൊക്കെ പറയുന്ന പോലെ അത്രയും അങ്ങോട്ട് ഉയർത്തി കയറ്റി കഴിഞ്ഞാലും അവരത്രത്തോളം ആ ഒരു പുകഴ്ത്തലിലും മുഖസ്തുതിയിലൊക്കെ വീഴാത്ത വ്യക്തികളായിരിക്കും. പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സൺ എനർജി പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് വളരെ ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ അവരെ പ്രശംസിക്കുന്ന, അല്ലെങ്കിൽ കാര്യം കാണാൻ വേണ്ടി അടുത്ത് കൂടുന്ന വ്യക്തികളെ അവർക്ക് തിരിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവരൊക്കെ അവരെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരൊക്കെ ജെനുവിൻ ആണ് എന്ന് വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു പേഴ്സണാണ്. അതായത് നമ്മൾ ചിലരെക്കുറിച്ച് പറയാറുണ്ട്, ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യും എന്ന് പറയുന്ന പോലെയുള്ള ഒരു എനർജിയാണ്. ബേസിക്കലി ആൾ പാവമാണ്, പക്ഷേ ആളുടെ ഒരു കാഴ്ചപ്പാടും ചിന്താഗതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് ചിലപ്പോൾ നമുക്ക് ഭാര്യയായിട്ട് വന്നിരിക്കും. ഈ ഒരു പേഴ്സണുമായിട്ട് ഏറ്റവും അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നത് ആരാണോ, അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ നല്ലതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആരാണോ, അവർക്ക് ചിലപ്പോൾ ഇത് ഉപദ്രവമായിട്ട് തോന്നിയേക്കും. കാരണം ഈ ഒരു പേഴ്സൺ പല കാര്യങ്ങളും പറഞ്ഞാൽ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യില്ല. ചിലപ്പോൾ പല കാര്യങ്ങളും ഇപ്പോൾ നിങ്ങളോടാണെന്നുണ്ടെങ്കിലും ഈ വ്യക്തി ചോദിക്കുന്നുണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ റിലേഷൻഷിപ്പിലുള്ള ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ പോലും അഭിപ്രായമൊക്കെ ചോദിക്കും. പക്ഷെ ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സണെ എടുക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇവരെ നമ്മളോട് അഭിപ്രായമൊക്കെ ചോദിക്കുന്നത് കാണുമ്പോൾ വിചാരിക്കും നമ്മൾ പറയുന്നത് കേൾക്കാനായിരിക്കും ഇവർ ചോദിക്കുന്നതെന്നുള്ളത്. പക്ഷേ കറങ്ങിത്തിരിഞ്ഞ് വരുമ്പോൾ അവസാനത്തെ തീരുമാനം എന്ന് പറയുന്നത് അവരുടെ മാത്രമായിരിക്കും. അപ്പോൾ അതുപോലെയുള്ള ഒരു എനർജിയാണ്. അവർ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അല്ലെങ്കിൽ അതിനകത്തെല്ലാം ഒരുപാട് സന്തോഷം കണ്ടെത്തുന്ന ഒരു പേഴ്സൺ ആണെന്ന് വേണമെങ്കിലും പറയാം. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇവർ നിങ്ങളെ കാണുന്നത് ഇവരുടെ ഒരു അഭയസ്ഥാനമായിട്ടാണ് എന്നാണ് ഫീൽ ചെയ്യുന്നത്. കാരണം ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ എന്തെങ്കിലും ഒരു അബദ്ധം സംഭവിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമങ്ങൾ വരിക, ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലെല്ലാം ഇവർ നിങ്ങളുടെ അടുത്തേക്കായിരിക്കും ആദ്യം ഓടി വരുന്നത്. ചിലപ്പോൾ വളരെ എൻജോയ് ചെയ്ത് നിൽക്കുമ്പോൾ അത്രത്തോളം ഒരു അറ്റാച്ച്മെൻറ്റ് കാണിച്ചില്ല എന്നുണ്ടെങ്കിലും പ്രശ്നങ്ങളോ ടെൻഷൻസോ ഒക്കെ വരുമ്പോൾ വേഗം തന്നെ നിങ്ങളിലേക്ക് ഓടി വരും. അല്ലെങ്കിൽ നിങ്ങളാണ് അവരുടെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അഭയമായിട്ട് അവർ കാണുന്നത്. അല്ലെങ്കിൽ എന്താണ് ഇനി ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കാനായിട്ട് അവർ ഓടി നിങ്ങളുടെ അടുത്തേക്കായിരിക്കും വരുന്നത്. നിങ്ങളുടെ ഒരു പാമ്പറിങ് ഈ ഒരു പേഴ്സൺ ഇഷ്ടപ്പെടുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതായത് ആ ഒരു മദർലി ഫീലിംഗ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുണ്ട്. അത് നമ്മൾ ജെൻഡർ വൈസ് പറയുന്നതല്ല, മെയിൽ ആണെന്നുണ്ടെങ്കിലും ഫീമെയിൽ ആണെന്നുണ്ടെങ്കിലും അതുപോലെയുള്ള ഒരു എനർജി ആയിട്ടാണ്. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഓടി വരാനുള്ളൊരു സ്ഥലം, അല്ലെങ്കിൽ ഓടി വരാനുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെ അവർ നിങ്ങളെ കാണുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് അവരുടെ മനസ്സിൽ അവർ നിങ്ങളെ ചിത്രീകരിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവർ ഫൈനലി സ്നേഹിക്കുന്നത് അവരെ തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സെൽഫിഷ് ആയിട്ടുള്ള ഒരു പേഴ്സണുമാണ്. അപ്പോൾ ഏജ് വയസ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് മെച്യൂർ ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഏകദേശം മധ്യവയസ്സിനോട് അടുപ്പിച്ച് പ്രായമുള്ളൊരു വ്യക്തിയായിരിക്കാം. അപ്പോൾ എങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇവരുടെ ഒരു ബിഹേവിയർ ചിലപ്പോൾ നിങ്ങളോടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ ബാലിശമായിട്ടായിരിക്കും. വളരെ ഒരു അത്രയും ഒരു യങ്സ്റ്റർ എങ്ങനെയാണോ പെരുമാറുന്നത് ആ ഒരു തരത്തിലായിരിക്കും ചിലപ്പോൾ അവരുടെ പല നിർബന്ധ ബുദ്ധികളും കടുംപിടുത്തമല്ല ആ ഒരു തരത്തിലായിരിക്കും. അതായത് പ്രായത്തിൻ്റേതായിട്ടുള്ള മെച്യൂരിറ്റി ചിലപ്പോൾ സ്വഭാവത്തിൽ ഈ ഒരു പേഴ്സൺ കാണിച്ചെന്ന് വരില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, കുറച്ച് നാളുകളായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സ്റ്റക്കായിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റക്കാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി സ്റ്റക്കായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പും ഒരു അനങ്ങാത്ത അവസ്ഥയിൽ, അല്ലെങ്കിൽ ഒരു മരവിച്ച അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു നോ കോണ്ടാക്റ്റിലോ സെപ്പറേഷനിലൊക്കെ ഉള്ള വ്യക്തികളായിരിക്കാം. അതുപോലെയുള്ളവർക്കാണ് ഈ ഒരു റീഡിങ് സ്യൂട്ട് ആവുക. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ഈ സ്റ്റക്കായിട്ടിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൻ്റെ മാനസികാവസ്ഥ കൊണ്ടാണ്. ഇതിനകത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാകും, നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഒരു പേഴ്സൺ വിചാരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ വളരെയധികം ഒരു എനർജറ്റിക് ആയിട്ട് മുൻപോട്ട് വന്നു കഴിഞ്ഞാൽ
ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ അവർക്ക് ക്രോസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഈ ഒരു പേഴ്സൺ എന്തോ ഒരു മൗഢ്യത്തിൽ പെട്ട് കിടക്കുന്നത് പോലെയുള്ള, അല്ലെങ്കിൽ ആ ഒരു മനോദുഃഖം, തീരുമാനമെടുക്കാനുള്ള ഒരു അമാന്തം, അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ കൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ഇങ്ങനെ ഒരു മരവിച്ച അവസ്ഥയിൽ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ നിന്ന് ഈ ഒരു വ്യക്തി കറൻ്റ് ഒരു മാറി നിൽക്കുന്ന അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ പോലും അവരുടെ ചിന്തകളിൽ മുഴുവൻ നിങ്ങളാണ്. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ പലതവണ ചിലപ്പോൾ നിങ്ങളൊരു ദിവസം ചിന്തിക്കുന്നുണ്ടാവാം, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം, അതുപോലെയുള്ളൊരു എനർജിയാണ്. പക്ഷെ നമ്മൾ ചിലരെ കുറിച്ച് പറയാറുണ്ട്, ഒരു ചുണയില്ല ഈ ഒരു വ്യക്തിക്ക് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ആ ഒരു പ്രശ്നമാണ് ഇതിനകത്തുള്ളൊരു മെയിൻ ഫാക്ടർ. അപ്പോൾ ചിലരുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വന്നിരിക്കുന്ന പേഴ്സൻ്റെ എനർജി പോലെയാണ്. അതായത് ഒരു ഡിസിഷൻ എടുക്കാൻ അല്ലെങ്കിൽ ഉറച്ചൊരു തീരുമാനം എടുക്കാനായിട്ട് പലപ്പോഴും കഴിയാത്തൊരവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇരുട്ടി തപ്പി കളിക്കുക എന്ന് പറയുന്നത് പോലെ ലൈഫ് അങ്ങോട്ട് പോവുകയും ചെയ്യും. ഇപ്പോൾ നമ്മളുടെ കമൻസിൽ ചിലവരുടെ അങ്ങനെ കാണാറുണ്ട്, ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല, ഇതിനകത്ത് ഇങ്ങനെ കുടുങ്ങിയിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് കാണാറുണ്ട്. ഇപ്പോൾ നമ്മളുടെ അടുത്താണെന്നുണ്ടെങ്കിലും പേഴ്സണൽ റീഡിങ്ങിന് വരുന്ന പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇനിയാണ് ഇതിനകത്ത് എടുക്കേണ്ട ഒരു തീരുമാനം എന്താണെന്നുള്ളത്. അപ്പോൾ ഒരിക്കലും നമ്മളുടെ ലൈഫിൽ എടുക്കുന്ന തീരുമാനം മറ്റാരുടെയും ഒരു വാക്ക് കേട്ടിട്ടാവരുത്. അത് ആഫ്റ്റർ ഓൾ അതിൻ്റെ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് നമ്മളുടേത് മാത്രമായിരിക്കണം. കാരണം അതിനകത്ത് ശരി വന്നു കഴിഞ്ഞാൽ തെറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ മാത്രമാണല്ലോ ആ ഒരു ഡിസിഷൻ എന്നുള്ളൊരു സമാധാനം നമുക്ക് അതിനകത്ത് കിട്ടും. അതിന് പകരമായിട്ട് നമ്മൾ കൂട്ടുകാരോട് ചോദിക്കുക, ഫാമിലിയിലുള്ള ആളുകളോട് ചോദിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മെൻറ്റേഴ്സിനോട് ചോദിക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ പലരോടും ചോദിച്ചിട്ടും അനുവാദം വാങ്ങിച്ചിട്ടും അല്ല നമ്മളുടെ ലൈഫിലൊരു ഡിസിഷൻ നമ്മൾ എടുക്കേണ്ടത്. അതിൻ്റെ ഒരു ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കാനുള്ള ഒരു ഗഡ്സ് നമ്മൾ തന്നെ കാണിക്കണം. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഏത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും നിർണായകമായ ഒരു തീരുമാനം എടുക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ മാത്രം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മതി. അതിലൊന്നെന്ന് പറയുന്നത്, നമ്മൾ എടുക്കുന്ന തീരുമാനം നാളെ മറ്റാരുടെയും ഒരു കണ്ണീരിനോ അല്ലെങ്കിൽ ദുഃഖത്തിനോ വേറെ ആരുടെ ഒരു സങ്കടത്തിനോ ഇടവരുത്തരുത്. അതാണ് നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം. കാരണം വേറെ ആരുടെയെങ്കിലും ഒരു ദുഃഖമോ സങ്കടമോ അല്ലെങ്കിൽ വിഷമോ ഒക്കെ കൊണ്ട് നമുക്ക് നമ്മളുടെ ലൈഫ് കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കില്ല. തീർച്ചയായിട്ടും നമ്മൾ എടുക്കുന്ന ആ ഒരു ഡിസിഷൻ വേറെ ആരെങ്കിലും ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റൊരാളുടെ ലൈഫിനെ ദോഷമായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ കാലക്രമേണ ആ ഒരു ദോഷം നമ്മളിലേക്കും തിരിച്ചു വരും. അപ്പോൾ നമ്മളുടെ തീരുമാനം മറ്റാരെയും വേദനിപ്പിക്കാത്തതാണ്, അല്ലെങ്കിൽ വേറെ ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാത്തതാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് ആ ഒരു ഡിസിഷൻ എടുക്കാം. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ആ ഒരു തീരുമാനം നാളെ നമുക്കൊരു അക്കിടിയായിട്ട് വരാൻ പാടില്ല. അതായത് നമ്മൾ എടുക്കുന്ന ആ ഒരു ഡിസിഷൻ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഭാവിയിൽ നമ്മളെ ഉപദ്രവിക്കാത്തതായിരിക്കണം, അല്ലെങ്കിൽ നമ്മളുടെ ഫ്യൂച്ചറിന് അതുകൊണ്ട് ദോഷമുണ്ടാവില്ല എന്നുള്ളൊരു അഷുറൻസ് മാത്രം നമുക്ക് മതി. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് മുൻനിർത്തി നമ്മൾ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ടൊരു തീരുമാനം നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതായത് ഡിസിഷൻസ് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു വികാരങ്ങൾക്ക് അടിമപ്പെടാതെ ഇരുന്നാൽ മതി. നമ്മളൊരിക്കലും അത് നമ്മളുടെ മനസ്സുകൊണ്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസ് വെച്ചിട്ട് നമ്മൾ ചിന്തിക്കരുത്. നമ്മളുടെ ബ്രെയിൻ വെച്ച്, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു ലോജിക്ക് ദൈവം തന്നിട്ടുണ്ട്. നമുക്ക് ആ ഒരു ലോജിക് ആൻഡ് റീസണിങ് തീർച്ചയായിട്ടും ഉള്ളവരാണ്. അപ്പോൾ ആ ഒരു ലോജിക്ക് വെച്ചിട്ട് നമ്മൾ തീരുമാനം എടുക്കുക. അതിന് പകരമായിട്ട് നമ്മൾ ഇമോഷൻസിൽ പെട്ട് തീരുമാനം എടുക്കുമ്പോൾ അതൊരു ബാഡ് ഡിസിഷനായിട്ട് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പലരുടെയും കമൻസ് കണ്ടതുകൊണ്ടും പിന്നെ നമ്മളോട് ആൾക്കാർ പേഴ്സണലി ചോദിക്കുന്നതുകൊണ്ടും ഇന്നത്തെ നമ്മളുടെ ഈ ഒരു റീഡിങ്ങിൻ്റെ അകത്തുള്ളൊരു സിറ്റുവേഷൻ അങ്ങനെ വന്നതുകൊണ്ടാണ് ഈ ഒരു കാര്യം കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് നമ്മൾ ഇപ്പോഴത്തെ എനർജി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാത്രമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഈ ഒരു പേഴ്സൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് അവർക്ക് നല്ല രീതിയിലുള്ള ഒരു മിസ്സിങ് നിങ്ങളോടുണ്ടെന്നുള്ളതാണ്. പക്ഷേ ഇതുവരെ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വന്നിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇപ്പോഴും ഒരു സെപ്പറേഷനിലാണ്, ആ ഒരു പഴയ അറ്റാച്ച്മെൻറ്റിലേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ തീരുമാനം എടുക്കാനുള്ള, അല്ലെങ്കിൽ ആ ഒരു മൗഢ്യത്തിൽ ഈ ഒരു പേഴ്സൺ പെട്ട് കിടക്കുന്നത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ എനർജി പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ മാറി നിൽക്കുന്നത് നിങ്ങളോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടോ കാര്യങ്ങളോ കൊണ്ടല്ല, സാഹചര്യം കൊണ്ട് മാറി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തതിൽ അവരുടെ ഒരു ക്യാരക്ടറിനും ഒരു പങ്കുണ്ടാവാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരെയും അമിതമായിട്ട് വിശ്വസിക്കുക, കണ്ണടച്ച ഓരോ കാര്യങ്ങളിൽ പോയി പെട്ട് കിടക്കുക. ഇപ്പം നമ്മളെന്തെങ്കിലും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാതെ, ഇല്ല അവർ പാവമാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലാന്ന് ചിലപ്പോൾ നമ്മളോട് തർക്കത്തിന് വരും. അപ്പോൾ അതൊക്കെ പോലെയുള്ള ഒരു ക്യാരക്ടറും കൂടി കൊണ്ടാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോഴുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അറിയാമായിരിക്കും ഈ ഒരു വ്യക്തി എങ്ങനെയാണെന്നുള്ളത്. നിങ്ങളോട് ഒരുപാട് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അതുപോലെ തന്നെ മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. ഒരു പക്ഷേ ചിലരുടെ പേഴ്സൺസിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രലോഭനങ്ങളിൽ പെട്ടുപോകാനുള്ളൊരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രലോഭനങ്ങളിൽ പെട്ടതുകൊണ്ടായിരിക്കും ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടാകുന്നത്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, കുറച്ച് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോട് വളരെ താല്പര്യമുള്ളൊരു പേഴ്സണാണ്. അപ്പോൾ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും ഇവരെ സ്വാധീനിക്കാൻ കഴിവുള്ള, അല്ലെങ്കിൽ ഇവരെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ സ്വാധീനിച്ചിട്ടുള്ള ആരുടെയെങ്കിലും ഒരു എഫക്റ്റ് കൊണ്ടും ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതൊരു ട്രാപ്പ് പോലെ ആയിട്ടുണ്ടാവാം.
ഒരാളെ ഇതിലേക്ക് കൊണ്ടുവരും, നമ്മളൊരു കെണിയിലൊക്കെ പെടുത്തുക എന്ന് പറയുന്നത് പോലെ അതിനകത്ത് പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഊരി പോരാൻ പറ്റാത്തൊരവസ്ഥ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ അത്രയും സ്ട്രോങ് ആയിരിക്കണം. പക്ഷെ നിങ്ങളുടെ വ്യക്തി വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ആ ഒരു സ്ട്രെങ്ത് ചിലപ്പോൾ വർത്തമാനത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, പ്രവൃത്തിയിൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുമായിട്ടൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് വൈസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ആ ഒരു വ്യക്തി എങ്ങനെയാണ് നിങ്ങളെ കാണുന്നതും ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും അവരോട് നിങ്ങളുടെ ഒരു ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു ലവറാണ്, അല്ലെങ്കിൽ ഹസ്ബൻഡാണ്, വൈഫാണ്, ആര് തന്നെ ആയിക്കോട്ടെ, ആരാണെന്നുണ്ടെങ്കിലും ഒരു വാത്സല്യം എന്നുള്ളൊരു ഫാക്ടറും കൂടി അതിനകത്ത് ഉണ്ടാവും. നമ്മളുടെ ഒരു ഇമോഷൻസിൽ ആ ഒരു വാത്സല്യം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളുടെ മാതാപിതാക്കൾക്കാണ് നമ്മളോട് അത് തോന്നുന്നത്. അപ്പോൾ അതുപോലെയുള്ളൊരു ഇമോഷൻ കൂടി നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോട് ഉണ്ടാവാം. അത് മാത്രമല്ല, ഇപ്പോൾ നിങ്ങളായിട്ട് എന്തെങ്കിലും പറയുകയാണ് അല്ലെങ്കിൽ വളരെ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തിക്കും പെട്ടെന്നത് അവരെ വിഷമിപ്പിക്കുന്ന ഒരു സംഭവമോ അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ണ് നിറയുന്ന ഒരു എഫക്റ്റൊക്കെ ആയിരിക്കും ഉണ്ടാവുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുകളോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ ഒക്കെ വന്നല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പേഴ്സണോട് പിണങ്ങിയിരിക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ഒരു വ്യക്തി അവരുടെ ഒരു പ്രായമോ കാര്യങ്ങളൊക്കെ മറന്ന് കരയാൻ പോലുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്രത്തോളം അറ്റാച്ച്ഡ് ആണ് ഈ ഒരു പേഴ്സൺ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു പാർട്ടാണ് നിങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മളുടെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും നമുക്കുണ്ട്, പക്ഷെ നമ്മളിത് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കില്ല. പക്ഷെ അത് നമുക്ക് നമ്മളുടേതാണെന്നുള്ളത് നമുക്ക് നല്ല ബോധ്യമുണ്ട്. അതുപോലെയാണ് ആ ഒരു പേഴ്സൺ നിങ്ങളെ കാണുന്നത്. അവരുടെ ലൈഫിൽ വേറെ പല കാര്യങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ഇഷ്ടമാണ്, അവരെ മുഖസ്തുതി പറയുന്നത് അവർക്ക് ഇഷ്ടമാണ്. ഇതൊക്കെയാണെന്നുണ്ടെങ്കിലും നിങ്ങളെന്ന് പറയുന്നത് അവരുടെ ഒരു പാർട്ടാണ്. അത് മാറി ഈ ഒരു പേഴ്സൺ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നിങ്ങളുമായിട്ട് സെപ്പറേഷനിൽ നിൽക്കുന്ന ഒരു അവസരത്തിൽ വളരെ ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നതും നിങ്ങളെ മിസ് ചെയ്യുന്നതും ആ ഒരു ഡിസപ്പോയിൻമെൻറ്റ് നമുക്ക് നല്ല രീതിയിൽ കാണാം. അതെല്ലാം നിങ്ങൾ കൊടുത്ത ആ ഒരു സ്നേഹം ഇപ്പോൾ അവർക്ക് കിട്ടാത്തത് കൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി അത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അവർക്ക് പോലും ചിലപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവുന്നത് ഈ ഒരു അകൽച്ചയിൽ നിന്നായിരിക്കാം. അപ്പോൾ ഈ ഒരു പേഴ്സൺ മാത്രമല്ല, നിങ്ങളാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം. ഈ ഒരു പേഴ്സൺ കരുതുന്നത് പോലെ ആ ഒരു മദർലി ഫിഗർ ആയിരിക്കാം നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുമായിട്ടുള്ള ഒരു സെപ്പറേഷനോ അല്ലെങ്കിൽ പഴയ നിങ്ങളുടെ മെമ്മറീസോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് നിങ്ങൾ വിഷമിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങൾ സങ്കടപ്പെടുന്നുണ്ടാവാം. നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ നഷ്ടപ്പെട്ടത് നിങ്ങളുടെ ലൈഫിലെ തന്നെ ഏറ്റവും വലിയൊരു നഷ്ടമായിട്ട് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരിക്കലും ഒരു ഫ്രോഡായിട്ടുള്ളൊരു പേഴ്സണോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിലവരെ ഭയങ്കരമായിട്ടുള്ള ചീറ്റ് ചെയ്ത പേഴ്സൺ എന്നൊക്കെ പറയും, അത്രയും ഒരു ലെവലിലേക്കുള്ള വ്യക്തികളുടെ പേഴ്സൺ അല്ല ഇത്. അപ്പോൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ ഈ ഒരു വ്യക്തി ഇത്രത്തോളം നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഇത്രത്തോളം നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവണമെന്നില്ല. പക്ഷേ ഇപ്പോൾ അത്രത്തോളം നിങ്ങൾ ആഗ്രഹിക്കുകയും സ്നേഹിക്കുകയും നിങ്ങളടുത്ത് വേണമെന്ന് ചിന്തിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു പേഴ്സണായിട്ട് തന്നെയാണ് നമുക്ക് ഇവരെ കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ ഇപ്പോൾ നിങ്ങളെ അകറ്റാനുണ്ടായിട്ടുള്ള ആ ഒരു സാഹചര്യം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൺ ഒരു ട്രാപ്പിനകത്ത് പെട്ടതുപോലെ, ഒരു പ്രലോഭനത്തിൽ പെട്ടതുപോലെ ചെന്ന് വീണിട്ടുള്ള ആ ഒരു സാഹചര്യം നിങ്ങൾ ചിലപ്പോൾ മുൻകൂട്ടി ഈ ഒരു പേഴ്സണ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള വ്യക്തി ആരാണോ അവരെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം, ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടാവാം. പക്ഷേ ഇവരതൊന്നും കേൾക്കാത്തതായിരിക്കും. അപ്പോൾ അതിൻ്റേതെല്ലാം ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു ഡിപ്രഷൻ തന്നെ ഈ ഒരു പേഴ്സൺ ഉണ്ട്. നിങ്ങൾക്കും ചിലപ്പോൾ തോന്നുന്നുണ്ടാവും, ഞാൻ അന്ന് പറഞ്ഞത് ഇത് കേട്ടിരുന്നെങ്കിൽ ഇപ്പോഴുള്ള ഈ ഒരു സാഹചര്യത്തിലൂടെ പോകേണ്ടി വരില്ലായിരുന്നല്ലോ എന്നുള്ളത്. അപ്പം നിങ്ങളില്ലാത്ത സാഹചര്യം പോലും വളരെയധികം ബേർഡൻ ആയിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സണ് തോന്നുന്നത്. അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ മതിയായി, മടുത്തു, എനിക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നാൽ മതി എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിൽക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിന് മാറ്റം വരുന്നുണ്ട്. നമുക്ക് അതും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഒരാക്കളും കൂടി നമ്മൾ എടുത്ത് നോക്കിയത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഇപ്പോഴുള്ള സാഹചര്യം എന്താണ്, ഈ ഒരു പേഴ്സണുമായിട്ട് അകന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ മനസ്സിനകത്ത് സ്നേഹം സൂക്ഷിച്ച് ഒരുപാട് ഒരു ലോങ് ഡിസ്റ്റൻസിൽ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷന് ചേഞ്ച് വരുന്നുള്ളതാണ്. കാരണം ഇവിടെ ഈ ഒരു പേഴ്സൺ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരുപാട് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു സ്ട്രെങ്ത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ധൈര്യം അല്ലെങ്കിൽ ഗട്സ് ഇവർ കുറച്ച് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷനെ ഇവർക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു സ്ട്രെങ്ത്തിലേക്ക് ഇവർ വരും. ആ ഒരു റീകൺസിലേഷൻ എന്ന് പറയുന്ന മോട്ടീവ് ഇവരുടെ മനസ്സിൽ നേരത്തെ തന്നെയുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു മൗഢ്യത്തിൽ പെട്ട് കിടക്കുന്നതുകൊണ്ട് പുറത്തേക്ക് വന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ ഇവർ നിങ്ങളില്ലാതെ വളരെ ഹാപ്പി ആയിട്ട് നടക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ. കാരണം അത്രത്തോളം ഈ ഒരു പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. എത്രയും വേഗം നിങ്ങളിലേക്ക് ഓടി വന്നാൽ മതി എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു കുഞ്ഞ് അമ്മയുടെ അടുത്തുനിന്ന് മാറി നിൽക്കുമ്പോൾ എങ്ങനെയാണോ ഓടി വരാനായിട്ട് അല്ലെങ്കിൽ അമ്മയെ കാണണം എന്നുള്ള ഒരു ആഗ്രഹത്തിലേക്ക് വരാനായിട്ട് നിൽക്കുന്ന അതുപോലെയുള്ള ഒരു എനർജി ആയിട്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് കൂട്ടാം. പക്ഷെ ചിലപ്പോൾ അവർക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവാം, നമ്മൾ പറഞ്ഞതുപോലെ പ്രലോഭനങ്ങളിൽ പെട്ടിട്ടുണ്ടാവാം. അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു വാല്യൂ ഏറ്റവും കൂടുതൽ ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്ന ഒരു സമയം തന്നെയാണിത്. അപ്പോൾ ഇവർ കാണുന്നത് പോലെയുള്ള ഒരു മദർലി ഫിഗർ ആണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു സ്നേഹം നിങ്ങൾക്ക് ഇവരോട് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർ തെറ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇവരുടെ ഭാഗത്ത് നിന്ന് പാകപ്പിഴകളോ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചിലപ്പോൾ ക്ഷമിക്കാനും കഴിയുമായിരിക്കും.
അപ്പോൾ കറൻ്റ്ലി നിങ്ങളെ തമ്മിൽ അകറ്റിയിരിക്കുന്ന ആ ഒരു വാതിൽ എന്താണോ ആ ഒരു വാതിൽ നിങ്ങൾക്ക് തുറന്ന് കിട്ടും എന്നുള്ളതാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ മലപ്പുറം ഡിസ്ട്രിക്റ്റാണ്. എറണാകുളം രേവതി നക്ഷത്രം നമ്പർ 20. ചോതി നക്ഷത്രം November month, letter O. April month, Cancer zodiac sign, Attam nakshatram, October, Kollam, Palakkad, June month, letter G, letter N, letter T ആണ് കേട്ടോ, letter B, letter U, May month, March month, letter M, letter R, number 26, Magan nakshatram, October, and finally number 12. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിന്നിവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. സോ ഇവിടെ വന്നിട്ടുള്ള ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുടേതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ ഒരു വ്യക്തിയുമായിട്ടുള്ളൊരു സ്ട്രോങ് റീകൺസിലേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പഴയതുപോലെ ആവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക. വളരെ പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.